ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനോടകം നമ്മൾ രണ്ട് ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് 1, ക്ലാസ് 2. BNSSന്റെ തുടക്കം മുതൽ ഇൻട്രൊഡക്ഷൻ മുതൽ റെട്രോസ്പെക്റ്റീവ് ആണോ പ്രോസ്പെക്റ്റീവ് ആണോ സബ്സ്റ്റാൻറ്റീവ് ആണോ പ്രൊസീജിയറൽ ലോ ആണോ, പിന്നെ അക്വിസിറ്റോറിയൽ എന്താണ്, ഇൻക്വിസിറ്റോറിയൽ എന്താണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണ്, റോൾ ഓഫ് ഡിഫൻസ് കൗൺസിൽ എന്താണ്, പിന്നെ സുപ്പീരിയർ ഓഫീസർമാരുടെ പവർ ഏതൊക്കെയാണ്, മജിസ്ട്രേറ്റിനെയും പോലീസിനെയും എയ്ഡ് ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നോക്കി. ഇത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം തീരും. ഓക്കെ, അപ്പോ ഹൈറാർക്കി ആൻഡ് പവേഴ്സ് ഓഫ് ക്രിമിനൽ കോഡ്സ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് ക്രിമിനൽ കോടതിയുടെ ഹൈറാർക്കികളും, രണ്ട് പവേഴ്സ്, ക്രിമിനൽ കോടതികളുടെ പവറുകളും. ഒരു കേസ് നടന്നു, ഒരു ക്രൈം നടന്നു, ഒരു കുറ്റകൃത്യം നടന്നു എങ്കിൽ ആദ്യം തന്നെ അത് സുപ്രീം കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനൊരു ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും താഴ്ന്ന കോടതിയിൽ പോകണം, അതിനുശേഷം അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ജഡ്ജ്മെന്റ് ഡിസിഷൻ ശരിയായിട്ടില്ല എങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള കോടതിയിൽ പോകണം, അവിടെ നിന്നും ശരിയായില്ല എങ്കിൽ അതിന്റെ മുകളിലുള്ള കോടതിയിൽ പോകണം. ഇങ്ങനെ ഒരു ഹൈറാർക്കി പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഈ ഹൈറാർക്കി ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതേപോലെ തന്നെ ഓരോ കോടതികൾക്കും ഓരോ പവറുകൾ ഉണ്ട്. അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഏത് രീതിയിലുള്ള പണിഷ്മെന്റും കൊടുക്കാനുള്ള പവർ ഉണ്ടോ? ഇല്ല. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനുള്ളത്. സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വേറെ പവറാണ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് വേറെ പവറാണ്. അത് ഏതൊക്കെയാണ്, ഏതൊക്കെ എക്സ്റ്റെന്റ് വരെയാണ് ആ പവർ എന്നുള്ളതൊക്കെ നോക്കണം. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. മേ ബി ഒരു എസ്സേ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. മാത്രമല്ല, പവേഴ്സ് ഓഫ് ക്രിമിനൽ കോർട്ട് എന്നുള്ളത് ഒരു പ്രോബ്ലം ടൈപ്പ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് സ്ലൈഡിലോട്ട് പോകാം. ഹൈറാർക്കി ഓഫ് കോർട്ട് ആദ്യം നോക്കാം. ഹൈറാർക്കി ഓഫ് കോർട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിൽ, അതിന്റെ താഴെ ഹൈക്കോടതി, അതിന്റെ താഴെ സെഷൻസ് കോടതി, അങ്ങനെ അങ്ങനെ വരും. നമുക്ക് ഓരോന്നോരോ നോക്കാം. ചാപ്റ്റർ 2, നമ്മൾ ചാപ്റ്റർ 1 പ്രിലിമിനറി മാറ്റേഴ്സ് ആണ് നോക്കിയത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ പേരെന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാണെന്നുള്ളതാണ് ചാപ്റ്റർ 1 നോക്കിയത്. ചാപ്റ്റർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ്, അതായത് ക്രിമിനൽ കോടതികളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ക്രിമിനൽ കോടതികളിൽ ഏതൊക്കെ ജഡ്ജിമാരുണ്ടാകും, അതിന്റെ ആ ഒരു ഹൈറാർക്കി എങ്ങനെയാണ്, ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 6 വായിക്കാം. പ്രത്യേകം ഒന്നുകൂടെ ഉണർത്തനാണ്, നമ്മുടെ ക്ലാസ് എൻറ്റയർലി ക്ലാസ്സുകൾ സെക്ഷൻ ബേസിസിൽ, ബെയർ ആക്ടിന്റെ ബേസിസിലാണ്, ടെക്സ്റ്റിന്റെ ബേസിസിലല്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ കോർട്ട് ഓഫ് സെഷൻ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ആ ഒരു ഓർഡർ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ദിസ് ഇസ് മെൻഷൻഡ് ഇൻ ദിസ് ചാപ്റ്റർ എന്ന് പറഞ്ഞ് ചുരുക്കി എഴുതിയാൽ മതി. അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ എല്ലാവരും ബെയർ ആക്ട് തന്നെ വായിച്ച് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ബെയർ ആക്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിയാലേ ഉള്ളൂ നമുക്ക് നമ്മുടേതായ രീതിയിൽ ലോ അനലൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ സെക്ഷൻ 6 നോക്കാം. ബിസൈഡ്സ് ദി ഹൈക്കോർട്ട് ആൻഡ് ദി കോർട്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ എനി ലോ. ഹൈക്കോടതികളും മാത്രമല്ല, ഏതെങ്കിലും നിയമത്തിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും കോടതികൾ അല്ലാതെ, അതർ ദാൻ ദിസ്, ഇതല്ലാതെ, ദർ ഷാൾ ബി ഇൻ എവറി സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും ദി ഫോളോയിങ് ക്ലാസ് ഓഫ് ക്രിമിനൽ കോഡ്, താഴെ കാണുന്ന രീതിയിലുള്ള ക്രിമിനൽ കോടതികൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകും. അപ്പൊ നോക്കിക്കേ, സെക്ഷൻ 6 പറഞ്ഞത് ഹൈക്കോടതികളല്ലാതെ, അതായത് ഹൈക്കോടതി എല്ലായിടത്തും കാണും, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും, അല്ലെങ്കിൽ 2 സ്റ്റേറ്റിനും ഒരു ഹൈക്കോർട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഏതെങ്കിലും ലോയിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോടതികൾ ഉണ്ടാവും. CBI കോടതികളുണ്ട്, NIA മാറ്റേഴ്സ് പരിഗണിക്കാൻ NIA സ്പെഷ്യൽ കോടതികളുണ്ട്. അങ്ങനെയുള്ള കോടതികളല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കോടതികളും ഹൈക്കോടതികളും ഒഴികെ ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഇതല്ലാതെയും എല്ലാ സ്റ്റേറ്റിൽ താഴെ പറയുന്ന കോടതികൾ ഉണ്ടാകും. ഏതൊക്കെയാണ്? ഏറ്റവും മുകളിലുള്ളത് ഒരു സ്റ്റേറ്റിലെ ഹൈക്കോടതി കഴിഞ്ഞാൽ, മറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കോടതികൾ കഴിഞ്ഞാൽ ഏറ്റവും തലപ്പൊക്കത്തിരിക്കുന്നത് കോർട്ട് ഓഫ് സെഷൻ ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അതിന്റെ താഴെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആയിരിക്കും. ഏറ്റവും താഴെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിരിക്കും. ആരാണ് കോർട്ട് ഓഫ് സെഷനിലെ ജഡ്ജ്, ആരാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ആരാണ് സെക്കൻഡ് ക്ലാസ്, ആരാണ് എക്സിക്യൂട്ടീവ്, ഇതെല്ലാം നമ്മൾ വഴിയുള്ള സെക്ഷൻസിൽ പഠിക്കും. അപ്പൊ 6 പറയുന്നത് ഹൈക്കോടതിയും മറ്റ് ഏതെങ്കിലും ലോയിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോടതികളും അല്ലാതെ തന്നെ എല്ലാ സ്റ്റേറ്റിലും താഴെ പറയുന്ന കോടതികൾ ഉണ്ടാകും എന്ന കാര്യമാണ് സെക്ഷൻ 6 പറയുന്നത്. സെക്ഷൻ
സിക്സ് എന്താ? The term hierarchy of criminal courts mean the structure of court is divided with a structural order which has its own jurisdiction. ഓരോ കോടതികളുടെയും അധികാര പരിധി പരിഗണിച്ചുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ ഒരു സ്ട്രക്ചർ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ട്രക്ചറിനെയാണ് ഹൈറാർക്കി എന്ന് വിളിക്കുന്നത്. അതാണ് താഴെ മെൻഷൻ ചെയ്തേക്കുന്നത്. സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിൽ, അതിന്റെ താഴെ ഹൈക്കോടതി, അതിന് താഴെ കോർട്ട് ഓഫ് സെഷൻ, അതിന്റെ താഴെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അതിന്റെ താഴെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, ഏറ്റവും താഴെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. സുപ്രീം കോടതിയല്ലേ ഏറ്റവും മുകളിലുള്ള കോടതി. സുപ്രീം കോടതിയെ പറ്റി നോക്കാം. ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് ദി അപ്പെക്സ് കോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഫോംഡ് ഓൺ 26 ജനുവരി 1950. 1950 ഇന്ന് കാണുന്ന സുപ്രീം കോടതി നിലവിൽ വന്നത്. ഇതിനു മുന്നേയും സുപ്രീം കോടതി ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയുടെ സുപ്രീം കോടതി ആയിരുന്നില്ല അത്. ഇന്ത്യയുടെ ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ സുപ്രീം കോടതി ആയിരുന്നില്ല അത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തുള്ള സുപ്രീം കോടതി അത് വേറെയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 ജനുവരി 26 അക്കോർഡിംഗ് ടു ദി പ്രൊവിഷൻ ആർട്ടിക്കിൾ 124 ഓഫ് പാർട്ട് 5 ചാപ്റ്റർ 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 5 ചാപ്റ്റർ 4 സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പറയുന്നത്. ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ടാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാറ്റേഴ്സ് സുപ്രീം കോടതി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടെ പറയുന്നത്. സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഏതാണ്, അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഏതാണ്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യും, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, സുപ്രീം കോർട്ടിലെ ജഡ്ജിമാരുടെ ടെന്യൂവർ എത്രയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കാം. The composition and jurisdiction of Supreme Court of India are regulated according to Articles 124 to 147 of the Indian Constitution. The status of the Supreme Court of India is basically the appellate court. ബേസിക്കലി സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഒരു അപ്പലേറ്റ് കോർട്ടാണ്. അതായത് ഹൈക്കോടതികളിൽ നിന്ന് അപ്പീൽ വരുന്ന ഒരു കോർട്ടാണ്. ഇതല്ലാതെ തന്നെ സുപ്രീം കോടതിക്ക് എന്തുണ്ട്? ഒറിജിനൽ മാറ്റേഴ്സ് ഉണ്ട്, ഒറിജിനൽ ജുറിസ്ഡിക്ഷനിലുള്ള മാറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതൊക്കെയാണ്? സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അങ്ങനെയുള്ള കുറെ മാറ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ആണ് കോടതിക്കുള്ളത്. അതല്ലാതെ അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്, റിറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അതാണ് അടുത്ത കൊടുത്തേക്കുന്നത്. കണ്ടില്ല, ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഉണ്ട്. 131 ഒറിജിനൽ ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോടതിയെ പറ്റി പറയുന്നത്, സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വരുമ്പോൾ. രണ്ടാമത്താണ് അഡ്വൈസറി, മൂന്നാമത്താണ് അപ്പല്ലറ്റ്. അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രസിഡന്റിന് 143 ആർട്ടിക്കിൾ പ്രകാരം ബില്ലിൽ ഒപ്പുവെക്കേണ്ടത് പ്രസിഡന്റ് ആണല്ലോ നിയമമാക്കണമെങ്കിൽ. അപ്പൊ അത്തരം സമയങ്ങളിൽ സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാം. അധികാരം പ്രസിഡന്റിനുണ്ട്. ചോദിക്കുമ്പോൾ അഡ്വൈസ് നിർബന്ധമായിട്ടും കോടതി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്തുള്ള കോടതിയുടെ ഫംഗ്ഷനെയാണ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. 132 ആണ് അപ്പലേറ്റ് ജുറിസ്ഡിക്ഷനെ പറ്റി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? സുപ്രീം കോടതിയുടെ മാറ്റേഴ്സ് നോക്കാനുള്ളത്. സുപ്രീം കോടതിക്ക് ഇത്ര ജുറിസ്ഡിക്ഷനുകൾ ഉണ്ട്. സുപ്രീം കോടതിയാണ് ഏറ്റവും അപ്പലേറ്റ് ആയിട്ടുള്ള ക്രിമിനൽ കോർട്ട്. അതായത് ഏത് ക്രിമിനൽ മാറ്റേഴ്സും അപ്പീല് പോയി ഏറ്റവും മുകളിൽ ചെന്നാൽ സുപ്രീം കോടതി വരെയും പോവാം. അതിന്റെ അപ്പുറത്തോട്ട് ഒരു അപ്പലേറ്റ് കോർട്ട് ഇല്ല ഇന്ത്യയിൽ. അപ്പൊ സുപ്രീം കോടതിയാണ് ക്രിമിനൽ കോടതികളെ ഏറ്റവും വലിയ അപ്പലേറ്റ് കോർട്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോടതി കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? സ്വാഭാവികമായും ഹൈക്കോടതികളായിരിക്കും. ഹൈക്കോർട്ട് ആർ ദി സെക്കൻഡ് ലെവൽ ഓഫ് ദി ഹൈറാർക്കി. ഹൈറാർക്കിയിലെ 2ാം സ്ഥാനത്ത് ഹൈക്കോടതിയാണ്. ദേ സ്റ്റാൻഡ് അറ്റ് ദി ഹെഡ് ഓഫ് സ്റ്റേറ്റ്സ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പരമോന്നത നീതിപീഠം എന്നറിയപ്പെടുന്നത് ഹൈക്കോടതി ആയിരിക്കും. ദേ ആർ ഗവേൺഡ് ബൈ ആർട്ടിക്കിൾ 141 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 141 അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതികൾ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതായത് സുപ്രീം കോടതി ഡിസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി അത് അനുസരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 141. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഹൈക്കോടതികൾ നിലനിൽക്കാൻ. അപ്പൊ ഹൈക്കോടതികളാണ് സെക്കൻഡ് ജുറിസ്ഡിക്ഷനിൽ വരുന്ന കോടതികൾ. അപ്പൊ ഇത് രണ്ടും മെൻഷൻ ചെയ്തു വെക്കുക. നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അടുത്ത സെക്ഷൻ മുതലുള്ള കോടതികളാണ്. അപ്പൊ ഹൈക്കോടതി, സുപ്രീം കോടതിയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. സുപ്രീം, അതിന് താഴെ ഹൈക്കോർട്ട്. ഈ 2 എഴുതുക. അതിനുശേഷമുള്ള കോടതികളാണ് നമുക്ക് സെക്ഷൻ വൈസ് പഠിക്കാനുള്ളത്. നമ്മൾ സെക്ഷൻ 6 പറഞ്ഞിരുന്നു, ബിസൈഡ് ദി ഹൈക്കോർട്ട്സ് ആൻഡ് ദി അതർ കോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി ലോ അതർ ദാൻ ദി സംഹിത. ഈ സംഹിതയിലുള്ളതല്ലാതെ മറ്റേതെങ്കിലും നിയമപ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു കോടതികളും ഹൈക്കോടതികളും മാറ്റിവെച്ചാൽ 4 കോടതികൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇനി സെക്ഷൻ 7 പറയുന്നത്, എവരി സ്റ്റേറ്റ് ഷാൾ ബി സെഷൻസ് ഡിവിഷൻ ഓർ ഷാൾ കൺസിസ്റ്റ് ഓഫ് സെഷൻസ് ഡിവിഷൻ. എല്ലാ സംസ്ഥാനങ്ങളും ഒന്നുകിൽ ഒരൊറ്റ ഭാഗം അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ടായിരിക്കും സംസ്ഥാനങ്ങളെ നിശ്ചയിക്കപ്പെട്ടേക്കുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് ദി സംഹിത. ഈ സംഹിതയുടെ പർപ്പസിന് വേണ്ടി
ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു സംസ്ഥാനം ആക്കാതെ ഓരോ സംസ്ഥാനത്തിനും പല ഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ദി ഡിസ്ട്രിക്ട് ഓർ കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട്, ഓരോ ഭാഗങ്ങളെ ഡിസ്ട്രിക്ട് എന്നാണ് വിളിക്കുന്നത്. കേരളത്തിൽ 14 ഡിസ്ട്രിക്റ്റുകൾ ഉണ്ട് അല്ലെ, 14 സെഷൻ ഡിവിഷൻ ഉണ്ട്, ഓരോരോ ഭാഗങ്ങളുണ്ട്. മലബാർ ഏരിയക്ക് വേണ്ടി ഒരു ജില്ലാ കോടതി, തിരുവിതാംകൂർ ഏരിയക്ക് വേണ്ടി ഒരു ജില്ലാ കോടതി, മധ്യ കേരളത്തിന് വേണ്ടി ഒരു കോടതി, അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ പല സെഷൻ ഡിവിഷനുകൾ ഉണ്ട്, പല ഭാഗങ്ങളായി കേരളത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഗത്തിനെയും ഡിസ്ട്രിക്ട് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കാര്യമാണ് 7 ക്ലോസ് 1 പറയുന്നത്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പല സെഷനുകൾ ഉള്ള ഒരു സ്ഥലമായിരിക്കും സ്റ്റേറ്റ്. ഓരോ സെഷനെയും ഓരോരോ ഡിവിഷൻ എന്നായിരിക്കും വിളിക്കുക. ക്ലോസ് 2 പറയുന്നുണ്ട്, ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദി ഹൈക്കോർട്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഹൈക്കോടതിയുമായിട്ട് കൺസൾട്ടേഷൻ നടത്തിയ ശേഷം ഹൈക്കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അൾട്ടർ ദി ലിമിറ്റ്സ് ആൻഡ് നമ്പർ ഓഫ് സച്ച് ഡിവിഷൻസ് ആൻഡ് ഡിസ്ട്രിക്റ്റിന്റെ നമ്പറുകളിൽ മാറ്റം വരുത്താം. 14 ജില്ലാ കോടതികൾ എന്നതിന്റെ അപ്പുറത്തോട്ട് 16 എണ്ണം വേണമെങ്കിൽ വെക്കാം. അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ കോടതിയുടെ ജുറിസ്ട്രിക്ഷൻ കോഴിക്കോട്ടിലേക്കും കൂടി നീട്ടി വെക്കാം. അപ്പോൾ ഓരോ സെഷൻസ് കോടതിയുടെ ഓരോ സെഷൻ ഡിവിഷന്റെ അതിർത്തികളിൽ വേണമെങ്കിൽ കൂട്ടാം കുറക്കാം. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ആർക്കും വരുത്താം, സ്റ്റേറ്റ് ഗവൺമെന്റിന് വരുത്താം. ആഫ്റ്റർ വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് എന്നുള്ള പോയിന്റ് നോക്കി വെക്കുക. മൂന്നാമത്തത്, ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ഡിവൈഡ് എനി ഡിസ്ട്രിക്ട് ഇൻ ടു സബ് ഡിവിഷൻസ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഡിവിഷനെ തന്നെ 2 ഡിവിഷനായിട്ട് വീണ്ടും തിരിക്കാം. നേരത്തെ പറഞ്ഞത് ചേഞ്ച് വരുത്താന്നുള്ളതല്ലേ. 3 പറയുന്നത് ഇപ്പൊ എറണാകുളം ഡിവിഷനെ എന്ത് ചെയ്യാം, 2ആയിട്ട് തിരിക്കാം. അതായത് മൂവാറ്റുപുഴ പോലുള്ള ഏരിയ, മൂവാറ്റുപുഴ ആലുവ പോലുള്ള ഭാഗങ്ങൾക്ക് ഒരു ഏരിയ, ഒരു ഡിവിഷനും, എറണാകുളം ഫോർട്ട് കൊച്ചി ഏരിയയിലോട്ട് വരുമ്പോൾ വേറെ ഡിവിഷനും എന്ന രീതിയിൽ 2 സബ് ഡിവിഷൻ ആക്കി ഡിവൈഡ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്. 4ാമത്തെ ക്ലോസിൽ പറയുന്നു, ദി സെഷൻ ഡിവിഷൻ ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിവിഷൻ എക്സിസ്റ്റിംഗ് ഇൻ എ സ്റ്റേറ്റ് അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് ദി സംഹിത ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഫോംഡ് അണ്ടർ ദി സംഹിത. സെക്ഷൻ, ഈ സെക്ഷൻ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 നിലവിൽ വന്നത്. 2024 കെയിം ഇൻ ടു ഫോഴ്സ് ആയി. അതിനു മുന്നേ കേരളത്തിൽ ഏതെങ്കിലും ജില്ലാ സെഷൻസുകളോ സബ് ഡിവിഷൻസോ ഉണ്ടെങ്കിൽ അത്തരം സെഷൻസ് ഇനി മാറ്റി പുതിയ സെഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഈ സെഷൻസ്, ഈ ഒരു നിയമത്തിന്റെ അനുസൃതമായി വന്നതായിട്ട് അതിനെയും കണക്കാക്കിയാൽ മതി. അപ്പൊ ഈ നിയമം വന്നതുകൊണ്ട് വീണ്ടും പുതിയ സെഷൻ ഉണ്ടാക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. ആകെ മൊത്തം സെക്ഷൻ 7 പറയുന്നത്, ഒരു സ്റ്റേറ്റ് എന്നുള്ളത് പല ഡിവിഷൻ സെഷൻ ആയിട്ടായിരിക്കും ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. ഓരോരോ സെഷൻ ഡിവിഷനെ ഓരോരോ ഡിസ്ട്രിക്ട് എന്നായിരിക്കും വിളിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ അതിന്റെ പരിധികളിൽ ചേഞ്ചസ് വരുത്താം. വേണമെങ്കിൽ ഒരു സെഷൻ ഡിവിഷനെ തന്നെ 2ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സെക്ഷൻ 7 പറയുന്നത്. സെക്ഷൻ 8 കോർട്ട് ഓഫ് സെഷൻ, ആദ്യത്തെ കോടതിയാണ് കോർട്ട് ഓഫ് സെഷൻ എന്നുള്ളത്. സെക്ഷൻ 8 ക്ലോസ് 1 പറയുന്നത് എന്താ, ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൾ എസ്റ്റാബ്ലിഷ് എ കോർട്ട് ഓഫ് സെഷൻ ഫോർ എവറി സെഷൻസ് ഡിവിഷൻ. ഓരോരോ സെഷൻ ഡിവിഷൻ, ഓരോരോ ജില്ലയായിരിക്കുമല്ലോ ഓരോരോ സെഷൻ ഡിവിഷൻ, ഓരോ സെഷൻ ഡിവിഷനിലും ഓരോ സെഷൻസ് കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം സ്റ്റേറ്റ് ഗവൺമെന്റ്. അതാണ് 8 ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 പറയുന്നത് എന്താ, എവറി കോർട്ട് ഓഫ് സെഷൻ ഷാൾ ബി പ്രിസൈഡഡ് ഓവർ ബൈ എ ജഡ്ജ് ടു ബി അപ്പോയിന്റഡ് ബൈ ദി ഹൈക്കോർട്ട്. ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ജഡ്ജ് ആയിരിക്കണം ഒരു കോർട്ട് ഓഫ് സെഷൻ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, പ്രിസൈഡ് ചെയ്യേണ്ടത്. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് ഒരു ജഡ്ജ് ആയിരിക്കണം, ഹൈക്കോടതി നിശ്ചയിക്കുന്ന ജഡ്ജ് ആയിരിക്കും. ക്ലോസ് 3 പറയുന്നുണ്ട്, ദി ഹൈക്കോർട്ട് മേ ഓൾസോ അപ്പോയിന്റ് അഡീഷണൽ സെഷൻ ജഡ്ജസ് ടു എക്സൈസ് ജുറിസ്ട്രിക്ഷൻ ഇൻ ടു എ കോർട്ട് ഓഫ് സെഷൻ. ഹൈക്കോടതിക്ക് എന്ത് ചെയ്യുക, ഒരു കോർട്ട് ഓഫ് സെഷന്റെ അകത്ത് ഒരു ജില്ലാ ജഡ്ജിനെ മാത്രം അപ്പോയിന്റ് ചെയ്യാതെ അഡീഷണൽ സെഷൻ ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യാം. അതായത് ആ കോടതിയുടെ ഫംഗ്ഷൻസ് നിർവഹിക്കാൻ വേണ്ടി ഒരു സെഷൻ ജഡ്ജ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ നടപടികളെല്ലാം കൂടി നടന്നു പോകുമോ? ഇല്ലല്ലോ. അപ്പോ നടപടിക്രമങ്ങൾ നേരായ നടത്തിപ്പിൽ എത്രയും പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിക്ക് അഡീഷണൽ സെഷൻ ജഡ്ജിമാരെയും കോർട്ട് ഓഫ് സെഷനുകളിൽ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ക്ലോസ് 3 പറയുന്നത്. ക്ലോസ് 4 പറയുന്നത്, ദി സെഷൻ ജഡ്ജ് ഓഫ് വൺ സെഷൻ ഡിവിഷൻ മേ ബി അപ്പോയിന്റഡ് ബൈ ദി ഹൈക്കോർട്ട് ടു ബി ഓൾസോ ആൻ അഡീഷണൽ സെഷൻ ജഡ്ജ് ഓഫ് അനദർ ഡിവിഷൻ. ഒരു സെഷൻ ഡിവിഷന്റെ ജഡ്ജായിട്ടുള്ള ഒരാൾക്ക് അവിടെ മാത്രം ഇരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ കേസ് മാത്രം കേൾക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഹൈക്കോടതി അയാളെ വേണമെങ്കിൽ വേറൊരു സെഷൻ ഡിവിഷന്റെ അഡീഷണൽ സെഷൻ ജഡ്ജായിട്ടും അയാളെ തന്നെ അപ്പോയിന്റ് ചെയ്യാം. ഇപ്പൊ എന്നെ എറണാകുളം ജില്ലാ കോർട്ട് ഓഫ് സെഷന്റെ ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്താൽ എന്നെ തന്നെ വേണമെങ്കിൽ ആലപ്പുഴയിലെ അഡീഷണൽ സെഷൻ ജഡ്ജായിട്ടും വേണമെങ്കിൽ ഹൈക്കോടതിക്ക് അപ്പോയിന്റ് ചെയ്യാം എന്ന കാര്യമാണ് 4 പറയുന്നത്. അപ്പോ സെക്ഷൻ 8 പറയുന്നത് ആകെ ചുരുക്കം ഇതാണ്, എല്ലാ സെഷൻ ഡിവിഷനുകളിലും സ്റ്റേറ്റ് എന്ത് ചെയ്യണം, ഒരു കോർട്ട് ഓഫ് സെഷൻ കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ കോർട്ട് ഓഫ് സെഷനെ പ്രിസൈഡ് ചെയ്യുന്നത് ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ജഡ്ജായിരിക്കും. ഒരു ജഡ്ജിന് പുറമെ അഡീഷണൽ ജഡ്ജിമാരെയും ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യും. ഒരു കോർട്ടിന്റെ
ജഡ്ജ് എന്നുള്ളത് മറ്റൊരു കോടതിയുടെ അഡീഷണൽ ജഡ്ജായിട്ടും കൂടി അപ്പോയിന്റ് ചെയ്യപ്പെടാം, അതിന് കുഴപ്പമില്ല. അപ്പൊ കോർട്ട് ഓഫ് സെഷന്റെ അകത്തുള്ള ജഡ്ജിന്റെ പേരെന്താണ്? സെഷൻ ജഡ്ജ് എന്നായിരിക്കും. അഡീഷണൽ സെഷൻ ജഡ്ജിമാരുണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്ഷൻ 8 നോക്കിയത്. ഇനിയാണ് സെക്ഷൻ 9. സെക്ഷൻ 9 എന്താ പറയുന്നത്? കോർട്സ് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പറ്റിയാണ് പറയുന്നത്. കോർട്ട് ഓഫ് സെഷൻ കഴിഞ്ഞു. അപ്പൊ ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, രണ്ടാമത് ഹൈക്കോടതി, മൂന്നാമത്തത് കോർട്ട് ഓഫ് സെഷൻ. സെക്ഷൻ 6, 7 നോക്കി. 6, 7, 8 നോക്കി. ഇനി 9. 9 എന്താ പറഞ്ഞത്? കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. സെക്ഷൻ 9 ക്ലോസ് 1 പറയുന്നത് ഇൻ എവറി ഡിസ്ട്രിക്ട് ദർ ഷാൾ ബി എസ്റ്റാബ്ലിഷ്ഡ് ആസ് മെനി കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. എല്ലാ ജില്ലകളിലും എന്ത് വേണം? ഒരുപാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വേണം. ഓഫ് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഓഫ് സെക്കൻഡ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും വേണം, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റും വേണം എന്നുള്ളതാണ് ക്ലോസ് 1 പറയുന്നത്. അപ്പൊ ഒരു ജില്ലയിൽ തന്നെ കൊച്ചിയിൽ ചിലപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കോടതി ഉണ്ടാവും, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കോടതിയിൽ ഉണ്ടാവും, ഫോർട്ട് കൊച്ചിയിൽ. അതേപോലെ തന്നെ ആലുവയിൽ അതുണ്ടാകും, മൂവാറ്റുപുഴയിൽ ഉണ്ടാകും, പറവൂരിൽ ഉണ്ടാകും. അങ്ങനെ ഒരു ജില്ലയുടെ പല ഭാഗങ്ങളിൽ തന്നെ എന്തുണ്ടാകും? ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റും കോടതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ക്ലോസ് 1 പറയുന്നത്. ക്ലോസ് 2 എന്താ പറയുന്നത്? ദി പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഓഫ് സച്ച് കോർട്ട് ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ഹൈക്കോർട്ട്. ഈ കോടതികളിൽ പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസർമാരെയും ആരാണ്? ഹൈക്കോടതി ആയിരിക്കും നിശ്ചയിക്കുന്നത്. മജിസ്ട്രേറ്റുമാരെ നിശ്ചയിക്കുന്നതും ഹൈക്കോടതി ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ക്ലോസ് 3 പറയുന്നത് ദി ഹൈക്കോർട്ട് മേ whatever it appears to be expedient or necessary. ഹൈക്കോടതികൾക്ക് ആവശ്യമെങ്കിൽ, ഏതെങ്കിലും അത്യാവശ്യം വരുന്ന സമയങ്ങളിൽ, confer the power of a judicial magistrate of first class or second class on any member of the judicial service of state functioning as a judge in civil court. നമ്മുടെ സ്റ്റേറ്റിൽ സിവിൽ ജഡ്ജായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഏതെങ്കിലും ജഡ്ജിമാർക്ക് എന്ത് ചെയ്യാം? ജുഡീഷ്യൽ സർവീസിലെ മറ്റേതെങ്കിലും മെമ്പർമാർക്ക് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയോ പവർ കൈമാറി കൊടുക്കാം. സാധാരണ സിവിൽ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന ജഡ്ജിമാർ എന്ന് പറയുന്നത് സിവിൽ മാറ്റേഴ്സ് പരിഗണിക്കുന്ന ജഡ്ജിമാരാണ്. അപ്പൊ അവര് ശരിക്കും എന്ത് ചെയ്യാൻ പാടില്ല? അവര് മജിസ്ട്രേറ്റ് ആയി വരില്ല അവര്. പക്ഷെ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെയോ പവറുകൾ കൈമാറി കൊടുക്കാം ആവശ്യം വരുന്ന സമയങ്ങളിൽ എന്നാണ് 3 പറയുന്നത്. സെക്ഷൻ 9 പറഞ്ഞത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരുപാട് മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് ക്ലാസും ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ക്ലാസ് ഏറ്റവും മുകളിൽ, അതിന്റെ താഴെ സെക്കൻഡ് ക്ലാസ്. പിന്നെ ഇവിടെ പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസർമാരെ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ ഒരു ഹൈറാർക്കി കഴിഞ്ഞു. എന്താ? സുപ്രീം കോടതി, താഴെ ഹൈക്കോടതി, അതിന്റെ താഴെ കോർട്ട് ഓഫ് സെഷൻ, അതിന്റെ താഴെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അതിന്റെ താഴെ സെക്കൻഡ് ക്ലാസ്. കഴിഞ്ഞിട്ടില്ല, ഒരാളും കൂടി ഉണ്ട്, 1-2 ആളും കൂടി ഉണ്ട്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇതാരാ സംഭവം? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരില്ലേ, അവരിൽ തന്നെ അവരുടെ ഒരു ലീഡറായിട്ട്, അല്ലെങ്കിൽ അവരുടെ മാറ്റേഴ്സിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരുമ്പോൾ ഒരു ഡിറ്റർമിനേഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിലെ തന്നെ ഏറ്റവും ഒരു യോഗ്യനായ ഒരാളെ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യും, അവരുടെ ഒരു ചീഫായിട്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇൻ സെക്ഷൻ 10 പറയുന്നുണ്ട് ഇൻ എവരി ഡിസ്ട്രിക്ട് ദി ഹൈക്കോർട്ട് ഷാൾ അപ്പോയിന്റ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ടു ബി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഒരു ജില്ലയിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. ഈ ഒരാളായിരിക്കും താഴെയുള്ള ബാക്കിയുള്ള ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്മാരെയും സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്മാരെയും എന്ത് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത് ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 400 പേരുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ ടീച്ചർ വന്ന ഒരാളെ ലീഡർ ആക്കും. ഇതേപോലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ പിടിച്ച് ചീഫ് ജുഡീഷ്യൽ ആയിട്ട് ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യും. അതാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പൊ നമ്മൾ സെക്ഷൻ 6 പഠിച്ചു. ഹൈക്കോടതി മറ്റു കോടതികൾക്ക് പുറമെ താഴെ പറയുന്ന കോടതികൾ ഉണ്ടെന്നുള്ള കാര്യം. സെക്ഷൻ 7 നമ്മൾ പഠിച്ചത് ഒരു സ്റ്റേറ്റിന്റെ അകത്ത് പല സെഷനുകൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ സെഷനെയും ഓരോ ഡിസ്ട്രിക്ട് എന്നായിരിക്കും വിളിക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കോർട്ട് ഓഫ് സെഷൻ വേണം. ഓരോ കോർട്ട് ഓഫ് സെഷനെയും പ്രിസൈഡ് ചെയ്യുന്നത് ഒരു ജഡ്ജ് ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു. പിന്നെ സെക്ഷൻ 8 കോർട്ട് ഓഫ് സെഷനെ പറ്റിയാണ് പറഞ്ഞത്. കോർട്ട് ഓഫ് സെഷനെ പറ്റി എന്താ പറഞ്ഞത്? കോർട്ട് ഓഫ് സെഷന്റെ അകത്തുള്ള ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഹൈക്കോർട്ട് ആയിരിക്കും. ഒരു കോർട്ട് ഓഫ് സെഷന്റെ അകത്ത് ഒരു ജഡ്ജ് എന്നതിന് പുറമെ അഡീഷണൽ ജഡ്ജിമാരുണ്ടായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞു. 9 അകത്ത് നമ്മൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസിനെ പറ്റി പറഞ്ഞു. 10 അകത്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ പിടിച്ച് ഹൈക്കോർട്ട് എന്താക്കും? ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി 11 അകത്ത് പറയുന്നത് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ആരെയാണ് ഈ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് വിളിക്കുന്നത്? നോർമലി ഒരാൾ ഒരു മജിസ്ട്രേറ്റ് ഒരു കേസ് പരിഗണിക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ നോർമലി ഒരു ഏരിയക്കോ
റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസിലോ വാദം കേൾക്കേണ്ട ഒരു മജിസ്ട്രേറ്റ് അല്ല. പക്ഷെ ഏതെങ്കിലും ക്രിട്ടിക്കൽ സാഹചര്യങ്ങൾ വരുമ്പോൾ സർക്കാർ എന്ത് ചെയ്യും, ആ മാറ്റർ കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയാസിലെ വിഷയങ്ങൾ എന്തെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടോ വളരെയധികം പബ്ലിക്കിന് ത്രട്ടൺ ആയോ പബ്ലിക്കലി ഒരു ശ്രദ്ധ നേടിയിട്ടുള്ള കേസുകളൊക്കെ വരുമ്പോൾ ആ കേസിന്റെ അകത്ത് ഹിയറിംഗ് കേൾക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജഡ്ജിനെ സെപ്പറേറ്റ് സ്പെഷ്യൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും, ആ ഒരു കേസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ഒരു ഏരിയക്ക് വേണ്ടി മാത്രം. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന മജിസ്ട്രേറ്റിനെയാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് വിളിക്കുക. സെക്ഷൻ 11 പറയുന്നുണ്ട്, ദ ഹൈക്കോർട്ട് മേ ഇഫ് റിക്വസ്റ്റഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ റിക്വസ്റ്റ് പ്രകാരം ഹൈക്കോടതിക്ക് എന്ത് ചെയ്യുക, കൺഫർ അപ്പോൺ എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ഓർ ഹാസ് ഹെൽഡ് എനി പോസ്റ്റ് അണ്ടർ ദി ഗവൺമെന്റ്, ഗവൺമെന്റ് സർവീസിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം, പവർ കൈമാറി കൊടുക്കാം. ഓൾ ഓർ എനി ഓഫ് ദി പവേഴ്സ് കൺഫേർഡ് ഓർ കൺഫറബിൾ ബൈ ഓർ അണ്ടർ ദി സംഹിത ഓൺ എ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റോ ഉപയോഗിക്കാൻ പറ്റുന്ന മുഴുവൻ അധികാരവും ഗവൺമെന്റിന്റെ ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, ഹൈക്കോടതിക്ക് സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രലോ റിക്വസ്റ്റ് ചെയ്താൽ അത്തരം ഒരാൾക്ക് ഹൈക്കോടതിക്ക് എന്ത് ചെയ്യുക, പവറുകൾ കൈമാറി കൊടുക്കാം. ഇൻ റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ കേസ്, ഏതെങ്കിലും കേസിന് വേണ്ടി മാത്രം, മൊത്തത്തിലായിട്ട് അപ്പോയിന്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ക്ലാസസ് ഓഫ് കേസസ്, ചില കേസസുകൾ കേൾക്കാൻ വേണ്ടി മാത്രം, ചില ഏരിയാസിൽ മാത്രമായിട്ട് എന്ത് ചെയ്യാം, ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിന്റെയോ സെക്കൻഡ് ക്ലാസ്സിന്റെയോ പവർ എന്ത് ചെയ്യാം, കൈമാറി കൊടുക്കാം. സെൻട്രലോ സ്റ്റേറ്റോ റിക്വസ്റ്റ് ചെയ്താൽ ആർക്ക്, ഹൈക്കോടതിക്ക് അങ്ങനെ കൈമാറി കൊടുക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളതാണ് സെക്ഷൻ 11 അകത്ത് നമ്മൾ നോക്കുന്നത്. അത് വെറുതെ ഏതെങ്കിലും ഒരാൾക്ക് പിടിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതാണ് ആ പ്രൊവിഷ്യോയിൽ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് നോ സച്ച് പേഴ്സൺ ഷാൾ ബി കൺഫേർഡ് ഓൺ എ പേഴ്സൺ, ഒരാൾക്കും ഇത്തരം അധികാരം കിട്ടാൻ പാടില്ല. എന്താണ്, അൺലെസ് he possess such qualification or experience in relation to legal affairs as the High Court may by rules specify. ഹൈക്കോടതി റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാകും ഇത്തരം സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പൂർത്തീകരിക്കത്തക്കവണ്ണം ലീഗൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈക്കോടതിക്ക് ഇത്തരം പവർ കൺഫർ ചെയ്ത് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അപ്പുറം ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഓഫീസറിനെ പിടിച്ചിട്ട് നാളെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല, അത് പറ്റൂല. അപ്പോ ഹൈക്കോർട്ട് മേ അതാണ് നമ്മൾ സെക്ഷൻ 11 അകത്ത് പറഞ്ഞത്. മാത്രമല്ല ക്ലോസ് 2 പറയുന്നുണ്ട്, സച്ച് മജിസ്ട്രേറ്റ് ഷാൾ ബി കോൾഡ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന മജിസ്ട്രേറ്റുമാരെ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആൻഡ് ഷാൾ ബി അപ്പോയിന്റഡ് ഫോർ സച്ച് ടേം നോട്ട് എക്സീഡിങ് 1 ഇയർ അറ്റ് എ ടൈം. ഒരു ടൈമിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ വരെ മാക്സിമം അയാൾക്ക് ആ പൊസിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസൽ ആവും. പിന്നെ വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ അപ്പോയിന്റ് ചെയ്യാൻ അത് കുഴപ്പമില്ല. പക്ഷെ അറ്റ് എ ടൈം അപ്പോയിന്റ് ചെയ്താൽ 1 ഇയർ വരെയാണ് മാക്സിമം ടൈം എന്നുള്ളത്. അപ്പൊ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പെർട്ടിക്കുലർ മാറ്ററിന് വേണ്ടി മാത്രമായിട്ട്, പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കേസിന് വേണ്ടി മാത്രമായിട്ട് സ്റ്റേറ്റിന്റെയോ സെൻട്രലിന്റെയോ റിക്വസ്റ്റ് പ്രകാരം കൃത്യമായ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരാളെ ഫസ്റ്റ് ക്ലാസിന്റെയോ സെക്കൻഡ് ക്ലാസിന്റെയോ പവറുകൾ കൺഫർ ചെയ്ത് ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്യുന്ന മജിസ്ട്രേറ്റുമാരെയാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് വിളിക്കുക. സെക്ഷൻ 11 അതിനെപ്പറ്റി പറയുന്നത്. സെക്ഷൻ 12 എന്താ പറയുന്നത്, നിങ്ങൾ ഇതെല്ലാം കൂടി എക്സാമിന് പഠിക്കണം എന്നല്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത്രയും സെക്ഷൻസ് ഉണ്ടെന്ന്. കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ബെയർ ആക്ട് വായിക്കുമ്പോൾ മൊത്തത്തിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വായിച്ചു പോണെയാണ്. ഇതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം, അത് പഠിച്ചാൽ മതി. ഇതും വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ജുറിസ്ട്രിക്ഷൻ എന്തൊക്കെയായിരിക്കും, അതാണ് 12 പറയുന്നത്. സബ്ജക്ട് ടു ദി കൺട്രോൾ ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോടതി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അതിന് പുറമെ തന്നെ ഓരോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെയും ജുറിസ്ട്രിക്ഷൻ നിയന്ത്രിക്കുന്ന ആരായിരിക്കും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മേ ഫ്രം ടൈം ടു ടൈം ഡിഫൈൻ ദി ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദി ഏരിയാസ് വിച്ച് ദി മജിസ്ട്രേറ്റ്സ് അപ്പോയിന്റഡ് അണ്ടർ 9 ഓർ അണ്ടർ സെക്ഷൻ 11. സെക്ഷൻ 11 പ്രകാരം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്മാരുടെയും സെക്ഷൻ 9 പ്രകാരം അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്മാരുടെയും അധികാര പരിധി, ഒരാൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ അധികാരമുണ്ട് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ആരായിരിക്കും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് ചീഫ് ആക്കുമെന്ന്. അയാൾ ആ ഒരു മജിസ്ട്രേറ്റ് ആയിരിക്കും ഈ ഒരു ഡിവിഷൻ, ഒരു ജുറിസ്ട്രിക്ഷന്റെ ആ ഒരു ഏരിയ നിശ്ചയിക്കുന്നത്. ഇത് കൂടാതെ ഹൈക്കോടതിക്കും അധികാരം ഉണ്ട്, അതിന് പുറമേ ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ലോക്കൽ ജുറിസ്ട്രിക്ഷൻ ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. സെക്ഷൻ 13 അകത്ത് പറയുന്നത് 13 സബോർഡിനേഷൻ ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അതായത് ഒരു സബോർഡിനേഷൻ പറയാനാണ്. അതായത് SI CIA അനുസരിക്കണം, CI DYSP അനുസരിക്കണം എന്നുള്ള ഒരു
ഹൈറാർക്കി പോലില്ല, അതേപോലെ ഇവിടെ പറയുന്നത് എവരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷാൾ ബി സബോർഡിനേറ്റ് ടു സെഷൻ ജഡ്ജ്. എല്ലാ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും സെഷൻ ജഡ്ജിന്റെ സബോർഡിനേറ്റ് ഓഫീസർ ആയിരിക്കുള്ളൂ. അതായത് സെഷൻ ജഡ്ജിന്റെ താഴെയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നുള്ളത്. ആൻഡ് എവരി അതർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷാൾ സബ്ജക്ട് ടു ജനറൽ കൺട്രോൾ ഓഫ് സെഷൻ ജഡ്ജ്. എല്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും, അത് ഫസ്റ്റ് ക്ലാസ് ആവട്ടെ സെക്കൻഡ് ക്ലാസ് ആവട്ടെ, എല്ലാവരും എന്താണ് സെഷൻ ജഡ്ജിന്റെ കീഴിലാണ്. എന്നിരുന്നാൽ തന്നെയും അതിനു പുറമെ ബി സബോർഡിനേറ്റ് ടു ദി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ താഴെ ആയിരിക്കും. അപ്പോൾ ഏറ്റവും മേളിൽ സെഷൻ ജഡ്ജ് ആയിരിക്കും, അതിന്റെ താഴെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും, അതിന്റെ താഴെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ സബോർഡിനേഷൻ ആണ് സെക്ഷൻ 13 പറഞ്ഞത്. ഇനി സെക്ഷൻ 14 അകത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ പറ്റി പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആരാ? സാധാരണ തഹസിൽദാർമാരൊക്കെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം കിട്ടുന്നത്. ഒരു ജില്ലയിൽ കളക്ടർ ഉണ്ടാവും, കളക്ടറിനായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അധികാരം കിട്ടുന്നത്. അതേപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും അതേപോലെ ഉള്ള തഹസിൽദാർമാർക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരം കിട്ടാറുണ്ട്. അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 14 ക്ലോസ് 1 പറയുന്നുണ്ട്, ഇൻ എവരി ഡിസ്ട്രിക്ട് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് ആസ് മെനി പേഴ്സൺസ് ആസ് ഇറ്റ് തിങ്സ് ഫിറ്റ് ടു ബി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആൻഡ് ഷാൾ അപ്പോയിന്റ് വൺ ഓഫ് ദം ടു ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. എല്ലാ ജില്ലയിലും പല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെയും ഒരു സ്റ്റേറ്റിന് നിശ്ചയിക്കാൻ പറ്റും, അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതിലൊരാളെ പിടിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആക്കും. അപ്പോ ഒരു ജില്ലയിലെ മിക്കവാറും കളക്ടറിനെ ആയിരിക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അതല്ലാത്ത ബാക്കിയുള്ള തഹസിൽദാർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് സാധാരണ നിശ്ചയിക്കാറ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യും, ഓരോ ഡിസ്ട്രിക്റ്റിന്റെ അകത്തുള്ള ഒരുപാട് ആളുകളെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് നിശ്ചയിക്കും. അതിൽ തന്നെയുള്ള ഒരാളെ പിടിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ആക്കും. 2 പറയുന്നത്, ദി സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ടു ബി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ഈ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരാളെ പിടിച്ച് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആക്കാനും ആർക്ക് അധികാരമുണ്ട്, സ്റ്റേറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉണ്ടാകും, ഒരുപാട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്മാരുണ്ടാകും. അതിലൊരാളെ പിടിച്ച് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട്. ആൻഡ് സച്ച് മജിസ്ട്രേറ്റ് ഷാൾ ഹാവ് ദി സച്ച് പവേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അപ്പോൾ ഈ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആവുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റേതായ രീതിയിലുള്ള പവറുകളും കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് സെക്ഷൻ 2 പറയുന്നത്. സെക്ഷൻ 3 or 4 അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല. അവിടെ പറയുന്നത് വേക്കൻസി വരുമ്പോൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സ്ഥലം വേക്കന്റ് ആയി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സ്ഥലത്ത് ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ് ചെയ്യപ്പെടും. ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റേതായ സെയിം പവർ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 3 and 4 പിന്നെ പറയാൻ പോകുന്നത്. ആകെ മൊത്തം സെക്ഷൻ 14 മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് ഒരുപാട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യണം. അതിൽ ഒരാളെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടും ഒരാളെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടും സ്റ്റേറ്റ് എന്ത് ചെയ്യണം, പ്രത്യേകം അപ്പോയിന്റ് ചെയ്യണം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്യുക, കണ്ടീഷണൽ അബേറ്റ്മെന്റ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ കോലാഹലങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നീക്കാനുള്ള ഓർഡറുകൾ കൊടുക്കുക, പ്രൊട്ടക്ഷൻ ടു മെയിൻറ്റെയിൻ ട്രാങ്ക്വിലിറ്റി, പൊതു സമാധാനം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവുകൾ കൊടുക്കുക. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള അൺലോഫുൾ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്രസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുക. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയാനുള്ളത്. സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നാൽ എന്താണ്? സ്പെഷ്യൽ എന്ന വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും പെർട്ടിക്കുലർ കേസിനോ പെർട്ടിക്കുലർ ഏരിയക്കോ വേണ്ടി മാത്രം താൽക്കാലികമായിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആക്കുന്ന ആളുകളെയാണ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് വിളിക്കുക. സ്റ്റേറ്റ് ഗവൺമെന്റ് മേ അപ്പോയിന്റ് ഫോർ സച്ച് ടൈം ഇറ്റ് മേ തിങ്ക് ഫിറ്റ്. ആവശ്യമുള്ള ഒരു സമയത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ നിശ്ചയിക്കാൻ പറ്റും. ഫോർ എനി പോലീസ് ഓഫീസർ, ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് സുപ്പീരിയർ ഓഫ് പോലീസ്, SP-യിൽ കുറയാത്ത റാങ്കുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനെയോ ടു ബി നോൺ ആസ് സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഏതെങ്കിലും പെർട്ടിക്കുലർ കേസിന്റെയോ ഏരിയയുടെയോ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് സ്റ്റേറ്റിന് അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്മാരിൽ ഒരാളെയോ അല്ലെങ്കിൽ SP-യേക്കാൾ കുറഞ്ഞ റാങ്ക് ഇല്ലാത്ത, SP-യേക്കാൾ മേളിൽ റാങ്കുള്ള ഒരു പോലീസുകാരനെയോ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് സ്റ്റേറ്റിന് അപ്പോയിന്റ് ചെയ്യാമെന്നുള്ളതാണ് സെക്ഷൻ 50 പറയുന്നത്. ലോക്കൽ ജുറിസ്ട്രിക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ജുറിസ്ട്രിക്ഷൻ തീരുമാനിക്കുന്ന ആരായിരിക്കും? സബ്ജക്ട് ടു ദി കൺട്രോൾ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. എന്നിരുന്നാൽ തന്നെയും ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് മേ ഫ്രം ടൈം ടു ടൈം ഡിഫൈൻ ദി ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ദി ഏരിയാസ് വിച്ച് ഇൻ ദി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മേ എക്സസൈസ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓരോ മജിസ്ട്രേറ്റിനെയും അധികാരപരിധി ഏതാണെന്നുള്ളത് അതാത് ജില്ലയിലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും തീരുമാനിച്ചു കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ സ്റ്റേറ്റിന്റെ കൺട്രോൾ ഉണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും അതൊക്കെ തീരുമാനിക്കുന്നത്. സെക്ഷൻ 70 പറയുന്നത് സബോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ആ ഒരു സബോർഡിനേഷൻ ആണ്. അതായത് ഓൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഷാൾ ബി സബോർഡിനേറ്റ് ടു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്.
എല്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ താഴെയാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ എന്നുള്ളതാണ് സെക്ഷൻ 70 പറയുന്നത്. സെക്ഷൻ 18 എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. തീർന്നിട്ടില്ല, ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെക്ഷൻ 6 നമ്മൾ എന്താ നോക്കിയത്? ബിസൈഡ്സ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് അതർ കോർട്സ് കൂടാതെ താഴെ പറയുന്ന കോടതികൾ ഉണ്ടെന്നുള്ള കാര്യം നോക്കി. സുപ്രീം കോടതി, ഹൈക്കോടതി നോക്കിയതിനു ശേഷം 7ന്റെ അകത്ത് ഒരു സ്റ്റേറ്റിന്റെ അകത്ത് പല ഡിവിഷനുകൾ ഉണ്ടാവും, പല സെഷൻസ് ഉണ്ടാകും. ഓരോ സെഷൻസ് ഓരോ ഡിവിഷൻ ആയിരിക്കും. ഓരോ ഡിവിഷന്റെ അകത്തും ഓരോ കോർട്ട് ഓഫ് സെഷൻ ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ സെക്ഷൻ 8ന്റെ അകത്ത് ഒരു കോർട്ട് ഓഫ് സെഷനിൽ പ്രിസൈഡ് ചെയ്യുന്നത് ഒരു ജഡ്ജ് ആയിരിക്കും, ഹൈക്കോർട്ടായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അതുകൂടാതെ അഡീഷണൽ സെഷൻ ജഡ്ജ് ഉണ്ടാകും എന്നുള്ളത് നോക്കി. 9 നമ്മൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ഒന്നിലധികം ഉദ്യോഗസ്ഥർ ഒരു ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാകും എന്നുള്ളത് നോക്കി. 10ന്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമാരിൽ ഒരാളെ പിടിച്ച് എന്ത് ചെയ്യും, ഹൈക്കോർട്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആക്കും എന്നുള്ളത് നോക്കി. 11ന്റെ അകത്ത് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കാര്യം നോക്കി. അതായത് ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും വേണ്ട റെക്വസിസ്റ്റ് ഉള്ള ഒരാളെ പിടിച്ച് എന്ത് ചെയ്യും, സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ അങ്ങനെ ആ ഒരു കാര്യം നോക്കി. 12 ലോക്കൽ ജുറിസ്ട്രിക്ഷൻ നോക്കി. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്മാരുടെ ജുറിസ്ട്രിക്ഷൻ തീരുമാനിക്കുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെന്നുള്ളത് നോക്കി. 13ന്റെ അകത്ത് സബോർഡിനേഷൻ നോക്കി. അതായത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെക്കൻഡ് ക്ലാസും ഫസ്റ്റ് ക്ലാസും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ താഴെയാണ്. ഇവരെല്ലാവരും തന്നെ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ സെഷൻ ജഡ്ജിന്റെ കീഴിലാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആരാണ്? ഒരു ജില്ലയിൽ പല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്മാരുണ്ടാവും. അതിലൊരാളെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും മറ്റൊരാളെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്നുള്ള കാര്യം നോക്കി. അതിന്റെ പവർ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ട് ആരൊക്കെ അപ്പോയിന്റ് ചെയ്യും, എപ്പോൾ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് നോക്കി. ലോക്കൽ ജുറിസ്ട്രിക്ഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്താണെന്ന് നോക്കി. സബോർഡിനേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്താണെന്നുള്ളത് നോക്കി. എല്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ സബോർഡിനേറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. Then we are moving to last topic of this module, powers of courts. ഒരു കോടതിയുടെ പവർ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ചാപ്റ്റർ 1 പ്രിലിമിനറി മാറ്റേഴ്സ് നോക്കി. ചാപ്റ്റർ 2ന്റെ അകത്ത് ഹൈറാർക്കി ഓഫ് കോർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി. ചാപ്റ്റർ 3ന്റെ അകത്താണ് പവേഴ്സ് ഓഫ് കോർട്ട്, കോടതികളുടെ പവർ. അതായത് സെഷൻസ് കോടതിക്ക് ഏതൊക്കെ മാറ്റേഴ്സിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഏതൊക്കെ മാറ്ററിൽ ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ക്ലാസ്സിന് ഏതൊക്കെ മാറ്റർ പരിഗണിക്കാൻ പറ്റും. അതെ, സെക്ഷൻ 20 വരെയുള്ള മാറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കിയതാണ്. 20 വരെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ എന്നതുവരെ നമ്മൾ നോക്കി. സെക്ഷൻ 21 പറയുന്നത് കോർട്സ് ബൈ, സെക്ഷനുകളൊന്നും വിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ബേർഡൺ ആയിരിക്കാം സെക്ഷൻ എല്ലാം കൂടി പഠിക്കല്. എല്ലാ സെക്ഷനും ഇതുപോലെ പഠിക്കണം എന്നില്ല, അങ്ങനെ പഠിക്കാൻ പറയില്ല. കാരണം 531 സെക്ഷൻ ഇതുപോലെ പഠിക്കേണ്ടി വരും. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഫുൾ നോട്ട്സും ബെയറാക്ടിന്റെ ബേസിസിലാണ്, സെക്ഷനുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പറ്റുവാണെങ്കിൽ സെക്ഷൻ പഠിച്ചോ, പറ്റാത്തവര് കണ്ടന്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഒരു പാർട്ടിന്റെ പേരെങ്കിലും പഠിച്ചു വെക്കാം. പാർട്ട് 3ന്റെ അകത്ത് ഇതാണ് പറയുന്നത്, കണ്ടന്റ് ഇതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. സെക്ഷൻ 21 പറയുന്നുണ്ട് കോർട്സ് ബൈ വിച്ച് ഒഫൻസ് ആർ ട്രയലബിൾ. ഏതൊക്കെ കോടതികളിലാണ് ട്രയൽ നടത്താൻ പറ്റുന്നത്? അണ്ടർ ദി സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം IPCയിൽ BNSC പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ നടന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കോടതികളിൽ ട്രയൽ നടത്താൻ പറ്റും? സബ്ജക്ട് ദി അതർ പ്രൊവിഷൻസ് ഓഫ് ദി സംഹിത, എനി ഒഫൻസ് അണ്ടർ ദി ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത അതായത് IPCയുടെ പുതിയത്, അതിന്റെ അകത്ത് ഏതൊരു ഒഫൻസ് നടന്നാലും മേ ബി ട്രയഡ്. അതിന്റെ ട്രയൽ നടത്താൻ പറ്റുന്നത് ബൈ താഴെ പറയുന്ന കോടതികളിലാണ്. ഏതൊക്കെയാണ്? ഹൈക്കോർട്ടിന് നടത്താം, അല്ലെങ്കിൽ കോർട്ട് ഓഫ് സെഷന് നടത്താം, അല്ലെങ്കിൽ എനി കോർട്ട് വിച്ച് സച്ച് ഒഫൻസ് ഷോൺ ഇൻ ഫസ്റ്റ് സ്കെഡ്യൂൾ ടു ബി ട്രയലബിൾ. ഫസ്റ്റ് സ്കെഡ്യൂളിൽ ചില കോടതികളുടെ പേര് പറയുന്നുണ്ട്. ആ കോടതികളിൽ ഏത് കോടതിയിൽ വേണമെങ്കിലും നടത്താം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, സെക്കൻഡ് ക്ലാസ് എന്നുള്ളതൊക്കെ. അപ്പോ സെക്ഷൻ 21 പറഞ്ഞത് ഒഫൻസ് ട്രയൽ ചെയ്യാൻ പറ്റുന്ന കോടതികൾ ഏതൊക്കെയാണെന്നാണ്. ഹൈക്കോർട്ട് ഉണ്ട്, അതിന്റെ താഴെ സെഷൻ കോർട്ട് ഉണ്ട്, അതിന്റെ താഴെ ഫസ്റ്റ് ഷെഡ്യൂൾ മെൻഷൻ ചെയ്തിട്ടുള്ള കോടതികൾ ഏതൊക്കെയാണോ ആ കോടതികളും ഉണ്ട്. ഇനി സെക്ഷൻ 22 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സെഷൻസ് കോടതിക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസിന്റെ ഒരു പരിധി. സെഷൻസ് കോടതിക്ക് ഏതൊക്കെ മാറ്റേഴ്സിൽ എത്രത്തോളം ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റും, എത്രത്തോളം പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റും, അതിന്റെ അകത്ത് എന്തെങ്കിലും ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ 22 പറയുന്നുണ്ട് സെന്റൻസ് വിച്ച് ഹൈക്കോർട്ട് ആൻഡ് സെഷൻസ് കോർട്ട് മേ പാസ്. ഹൈക്കോടതിയുടെയും സെഷൻസ് കോടതിയുടെയും അധികാര പരിധിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ക്ലോസ് 1 പറയുന്നത് ഹൈക്കോടതിയുടെയാണ്. ഹൈക്കോർട്ട് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ. ഹൈക്കോടതിക്ക് ഏത് സെന്റൻസും കൊടുക്കാം.
ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ് കൊടുക്കുക, ഇംപ്രസ്മെന്റ് അപ് ടു 10 years കൊടുക്കുക, ഇംപ്രസ്മെന്റ് അപ് ടു 3 years കൊടുക്കുക, ഇംപ്രസ്മെന്റ് അപ് ടു 7 years കൊടുക്കുക, ഇംപ്രസ്മെന്റ് എക്സീഡിങ് 7 years കൊടുക്കുക, ഇംപ്രസ്മെന്റ് ഡെത്ത് കൊടുക്കാം. ഏത് രീതിയിലുള്ള പണിഷ്മെന്റും ഹൈക്കോടതികൾക്ക് കൊടുക്കാൻ പറ്റും. ക്ലോസ് 2 പറയുന്നത് സെഷൻ ജഡ്ജ്, ഒരു സെഷൻസ് കോടതിയിലെ ഒരു ജഡ്ജ്, സെഷൻ ജഡ്ജ് ഓർ അഡീഷണൽ സെഷൻ ജഡ്ജ് മേ പാസ് എനി സെന്റൻസ് ഓതറൈസ്ഡ് ബൈ ലോ ബട്ട് എനി സെന്റൻസ് ഓഫ് ഡെത്ത് പാസ്ഡ് ബൈ എനി സച്ച് ജഡ്ജ് ഷാൾ ബി സബ്ജക്ട് ടു ദി കൺഫർമേഷൻ ബൈ ദി ഹൈക്കോർട്ട് ഓഫ് കോർട്ട്. സെഷൻ ജഡ്ജിന് ഏത് രീതിയിലുള്ള സെന്റൻസും കൊടുക്കാം, ഡെത്ത് ഉൾപ്പെടെ എന്തും കൊടുക്കാം. ബട്ട് ഡെത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഹൈക്കോടതി കൺഫേമും കൂടി ചെയ്യണം. അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒരു സെഷൻസ് കോടതിക്ക് ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ് ഉൾപ്പെടെ എന്തും കൊടുക്കാം, പക്ഷേ ഇൻ കേസ് ഡെത്തും കൊടുക്കാം. ഡെത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഷാൾ ടു ബി കൺഫോർമേഷൻ, ഇറ്റ് സബ്ജക്ട് ടു ദി കൺഫോർമേഷൻ ഗിവൺ ബൈ ദി ഹൈക്കോർട്ട്. അത് ഹൈക്കോടതിക്ക് അയക്കും, ഹൈക്കോടതി അത് കൺഫേം ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ BNSSന്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഹൈക്കോടതിയിലെ ഡെത്ത് പെനാൽറ്റിയുടെ ഇത് വന്ന് കൺഫർമേഷൻ വന്ന എത്ര ജഡ്ജിമാർ ഇരുന്നിട്ടായിരിക്കും കൺഫർമേഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കും. അപ്പൊ സെക്ഷൻ 22 പറയുന്നത് ഹൈക്കോർട്ടിന് ഏത് രീതിയിലുള്ള സെന്റൻസും പ്രൊവൈഡ് ചെയ്യാം, സെഷൻ ജഡ്ജിന് ഏത് രീതിയിലുള്ളത് കൊടുക്കാം, ബട്ട് ഡെത്ത് എന്നുള്ളത് ഇറ്റ് സബ്ജക്ട് ടു കൺഫർമേഷൻ ബൈ ദി ഹൈക്കോർട്ട് എന്നുള്ള പോയിന്റ് കൂടി നോക്കി വെക്കാം. ക്ലോസ് 2 പറയുന്നുണ്ട്. 23 പറയുന്നത് ഓരോ മജിസ്ട്രേറ്റിന്റെ കാര്യങ്ങളാണ്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കാര്യമാണ് ക്ലോസ് 1 പറഞ്ഞത്. ദി കോർട്ട് ഓഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മേ പാസ് any sentence authorized by law except a sentence of death or imprisonment for life or imprisonment for term exceeding 7 years. 7 yearsന് കൂടാത്ത ഏത് രീതിയിലുള്ള പണിഷ്മെന്റും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കാം. ഡെത്ത് പറ്റൂല, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല. 7 yearsനേക്കാൾ കൂടുതൽ ഇംപ്രിസ്മെന്റ് കിട്ടാവുന്ന ഒഫൻസുകളും എവിടെ എടുക്കാൻ പറ്റൂല, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എടുക്കാൻ പറ്റൂല. അത്തരം കേസുകളൊക്കെ ആണെങ്കിൽ സെഷൻസ് കോർട്ടിലോട്ട് വിടും. അപ്പോ 7 yearsനേക്കാൾ കൂടാത്ത 7 yearsോ അതിന്റെ താഴെയുള്ള കേസുകളോ ആയിരിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരിഗണിക്കാൻ പറ്റുന്ന പവറിന്റെ ലിമിറ്റ് എന്നുള്ളത്. രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ പവർ. ദി കോർട്ട് ഓഫ് എ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് മേ പാസ് എ സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 3 years ഓർ ഫൈൻ നോട്ട് എക്സീഡിംഗ് 50,000. 3 വർഷത്തിനേക്കാൾ കൂടാത്ത പണിഷ്മെന്റ് ആർക്ക് കേസുകൾ എടുക്കാം? 3 വർഷത്തിൽ കൂടാത്തത്. 3 വർഷമോ 3 വർഷത്തിൽ കൂടുതലുള്ളതോ എങ്ങോട്ട് പോകും? 3 വർഷം വരെ ഉള്ളത് എടുക്കാം. 3 വർഷത്തിൽ കൂടുതലുള്ളത് ചീഫ് ജുഡീഷ്യലോട്ട് പോകും. ഫൈൻ ആണെങ്കിൽ 50,000 രൂപ വരെ ഫൈൻ കിട്ടാവുന്ന ഒഫൻസുകൾക്കും ആ കേസുകളും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പരിഗണിക്കാം. അപ്പോൾ 3 ഇയറിന് താഴെയുള്ള വർഷങ്ങൾ അത്രയും ഇംപ്രിസ്മെന്റ് കിട്ടാവുന്ന ഒഫൻസുകൾ, ഉദാഹരണത്തിന് തെഫ്റ്റ് ഒക്കെ 3 years ആണ് മാക്സിമം പണിഷ്മെന്റ്. അത്തരം കേസുകളായിരിക്കും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 50,000 രൂപ വരെ ഫൈൻ കിട്ടാവുന്ന ഒഫൻസുകൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ് പണിഷ്മെന്റ് കിട്ടാവുന്ന ഒഫൻസുകൾ. ഇനി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ കാര്യം അങ്ങനെയാണ്. ഇറ്റ് മേ പാസ് എ സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം നോട്ട് എക്സീഡിംഗ് 1 year. 1 yearന്റെ അപ്പുറത്തോട്ടുള്ള ഇംപ്രിസ്മെന്റ് എടുക്കാൻ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പറ്റൂല. അപ്പൊ 1 year വരെയുള്ള പറ്റുള്ളൂ. 1 yearന്റെ അപ്പുറത്തോട്ട് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിനയക്കും. 3 yearന്റെ അപ്പുറത്തോട്ടാണെങ്കിൽ അത് ചീഫ് ജുഡീഷ്യലിനയക്കും. 7 yearsന്റെ അപ്പുറത്തോട്ടാണെങ്കിൽ അത് സെഷൻ ജഡ്ജിന് അയക്കും. ഫൈന്റെ വിഷയമാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഫൈൻ നോട്ട് എക്സീഡിംഗ് 10,000 rupees, 10,000 വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫൈൻ ആണെങ്കിൽ 10,000, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫൈൻ ആണെങ്കിൽ 50,000. സെക്കൻഡ് ക്ലാസ് ഇംപ്രിസ്മെന്റ് ആണെങ്കിൽ 1 year, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഇംപ്രിസ്മെന്റ് ആണെങ്കിൽ 3 year എന്നുള്ള പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഫൈന്റെ വിഷയത്തിൽ അങ്ങനെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഇംപ്രിസ്മെന്റ് വിഷയത്തിൽ 7 years ആണ്, അതിന്റെ അപ്പുറത്തോട്ട് എടുക്കാൻ പറ്റൂല. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 23 പറയുന്നത്. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ നമ്മൾ 2 സെക്ഷൻസ്, സെക്ഷൻ 21, 22, 23 3 സെക്ഷൻസ് ഓൾറെഡി നോക്കി കഴിഞ്ഞു. ഇനി 24 and 25 ഇത് രണ്ടും കൂടി നോക്കിയാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരും. സെക്ഷൻ 24 ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇൻ പോയിന്റ് ഓഫ് പ്രോബ്ലം ക്വസ്റ്റ്യൻ. പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതായത് the court of magistrate may award such term of imprisonment in default of payment of fine. അതായത് സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഇൻ ഡിഫോൾട്ട് ഓഫ് ഫൈൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഫൈൻ അടച്ചില്ല എങ്കിൽ ഇംപ്രിസ്മെന്റ് കൊടുക്കുന്ന വിഷയം. ഇപ്പോ ചില കേസുകളിൽ ഉണ്ടാവും 3 വർഷം തടവ് ശിക്ഷ ഒപ്പം 50,000 രൂപ ഫൈൻ, അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇൻ കേസ് 50,000 രൂപ ഫൈൻ അടച്ചില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഇംപ്രിസ്മെന്റ് കൊടുക്കുമ്പോൾ ഇംപ്രിസ്മെന്റ് കൊടുത്തു, പക്ഷെ ആ ഫൈനും അടച്ചില്ല എങ്കിൽ ആ ഫൈന് പകരം വീണ്ടും ഇംപ്രിസ്മെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്.
ക്ലോസ് 1 പറയുന്നത് ദി കോർട്ട് ഓഫ് മജിസ്ട്രേറ്റ് മേ അവാർഡ് സച്ച് ടേം ഓഫ് ഇംപ്രിസ്മെന്റ് ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ആസ് ഫൈൻ ഇസ് ഓതറൈസ്ഡ് ബൈ ലോ പ്രൊവൈഡഡ് ദാറ്റ് ടേം. എന്ത് ചെയ്യാം, ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് പൈസ അടക്കാൻ പറഞ്ഞിട്ട് അടച്ചില്ല എങ്കിൽ 2 വർഷം ശിക്ഷ പ്ലസ് 1000 രൂപ ഫൈൻ പറഞ്ഞിട്ട് ഫൈൻ അടച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം, അതിന് പകരം ഇംപ്രിസ്മെന്റ് കൊടുക്കാം. പക്ഷെ കുറച്ച് നിബന്ധനകൾ ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ ടേം ഇസ് നോട്ട് ഇൻ എക്സസ് ഓഫ് ദി പവേഴ്സ് ഓഫ് ദി മജിസ്ട്രേറ്റ് അണ്ടർ സെക്ഷൻ 23 പറഞ്ഞിട്ടുള്ള പവറിനേക്കാൾ എക്സീഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പാടില്ല. 23 നമ്മൾ ഓരോ മജിസ്ട്രേറ്റ്മാർക്ക് ഓരോ പവർ കൊടുത്തിട്ടുണ്ട്. 7 വർഷം വരെയുള്ള ഇംപ്രിസ്മെന്റ്, 3 വർഷം വരെയുള്ള ഇംപ്രിസ്മെന്റ്, 1 വർഷം വരെയുള്ള ഇംപ്രിസ്മെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ടുള്ള ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പറ്റൂല എന്നാണ് എയിൽ പറയുന്നത്. ബിയിൽ പറയുന്നത് എന്താ, ഷാൾ നോട്ട് വേർ ദി ഇംപ്രിസ്മെന്റ് ഹാസ് ബീൻ അവാർഡഡ് ആസ് പാർട്ട് ഓഫ് സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ് exceed 1/4 of the term of imprisonment which the magistrate is competent to inflict as punishment for the offence otherwise than the imprisonment in default of the payment of the fine. അതായത് ഫൈനും ഒരു ഇംപ്രിസ്മെന്റും ആയിരുന്നു ഒരാളുടെ വിഷയത്തിൽ കൊടുത്തതെങ്കിൽ അയാള് ഫൈൻ അടച്ചില്ല എങ്കിൽ ആ മജിസ്ട്രേറ്റിന് ആ ഒരു പെർട്ടിക്കുലർ ഒഫൻസിന്റെ അകത്ത് മാക്സിമം എത്ര ഇംപ്രിസ്മെന്റ് ഇൻഫ്ലിക്ട് ചെയ്യാൻ പറ്റോ അതിന്റെ 1/4 കൂടാൻ പാടില്ല. ഉദാഹരണത്തിന് തെഫ്റ്റ് ആണ് നടത്തിയത് എന്ന് വിചാരിക്കാം. ഞാൻ മോഷണം നടത്തി, കോടതി എന്റെ വിഷയത്തിൽ പറഞ്ഞു 2 വർഷം എന്നെ ശിക്ഷിക്കുക, പിന്നെ ഒരു 10,000 രൂപ ഫൈൻ അടക്കാൻ പറഞ്ഞു. ഞാൻ അടച്ചില്ല എങ്കിൽ എനിക്ക് ഇംപ്രിസ്മെന്റ് ഫൈൻ തന്നതിനോടൊപ്പം ഇംപ്രിസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒഫൻസിന് കോടതിക്ക് മാക്സിമം കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു അധികാരം എന്നുള്ളത് തെഫ്റ്റിന് 3 വർഷമാണ് മാക്സിമം ടേം. അതിന്റെ 1/4 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3/4 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3/4 വർഷം, 8 മാസം 9 മാസത്തോളം വരും. 9 മാസത്തിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല. എന്തിന്, ഡിഫോൾട്ട് ഓഫ് ഫൈനിന്റെ പേരിൽ. അപ്പൊ നേരത്തെ 2 വർഷം ജയിലിൽ കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കൂടാതെ 9 മാസം കൂടി ജയിലിൽ കിടത്താം, അതേ പറ്റുള്ളൂ. അല്ലാതെ ഫൈൻ അടച്ചില്ല എന്ന് പറഞ്ഞ ഒരു 4 വർഷം കൂടി കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒന്നും കയറ്റിവിടാൻ പറ്റൂല. നേരത്തെ പറഞ്ഞിട്ടുള്ള ഇംപ്രിസ്മെന്റ്, ആ ഇംപ്രിസ്മെന്റ് കൊടുത്തത് ഏതൊരു ഒഫൻസിനാണോ ആ ഒഫൻസിന് ആ ഒരു മജിസ്ട്രേറ്റിന് മാക്സിമം എത്രത്തോളം പണിഷ്മെന്റ് ഇൻഫ്ലിക്ട് ചെയ്യാൻ പറ്റോ അതിന്റെ 1/4 എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഷാൾ നോട്ട് പാടില്ല വെർ ദി ഇംപ്രിസ്മെന്റ് ഹാസ് ബീൻ അവാർഡഡ് ആസ് പാർട്ട് ഓഫ് സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ്. ഇവിടെ ഒരു സെന്റൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈൻ കൊടുക്കാത്തതിന്റെ പേരിൽ സെന്റൻസ് കൊടുക്കുമ്പോൾ ഷാൾ നോട്ട് അതെന്ത് ചെയ്യാൻ പാടില്ല, എക്സീഡ് 1/4 എക്സീഡ് ചെയ്യാൻ പാടില്ല of the term of imprisonment which the magistrate is competent to inflict as punishment for the offence otherwise than imprisonment in default of fine. പേയ്മെന്റ് അടച്ചില്ലായിരുന്നെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന് ആ ഒരു ഒഫൻസിന് എത്രത്തോളം മാക്സിമം ഇംപ്രിസ്മെന്റ് കൊടുക്കാമായിരുന്നു, അതിന്റെ 1/4 എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഡിഫോൾട്ട് ഓഫ് ഫൈനിന്റെ പേരിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്ത് വെക്കുക. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്ഷൻ 24 പറഞ്ഞത് പേയ്മെന്റ് ഡിഫോൾട്ട് ഓഫ് ഫൈന് വരുത്തി കഴിഞ്ഞാൽ, ഫൈൻ കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ ഇംപ്രിസ്മെന്റ് അതിന് പകരം കോടതി കൊടുക്കാൻ പറ്റും. കൊടുക്കുമ്പോൾ 23 പറയപ്പെട്ടിട്ടുള്ള ആ ഒരു അധികാരം അതിനേക്കാൾ കവച്ച് വെക്കുന്ന രീതിയിലുള്ള ഒരു ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പറ്റൂല, അതിന് എക്സീഡ് ചെയ്യുന്ന ഇംപ്രിസ്മെന്റ് കൊടുക്കാൻ പറ്റൂല. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഒഫൻസ്, ആ ഒഫൻസിന്റെ ഫൈനിന്റെ കൂട്ടത്തിൽ ഒരു ഇംപ്രിസ്മെന്റും കൂടി ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒഫൻസിന് മാക്സിമം ജഡ്ജിന് എത്ര കൊടുക്കാൻ പറ്റുമോ അതിന്റെ 1/4 കൂടുതൽ ഇംപ്രിസ്മെന്റ് ഡിഫോൾട്ട് ഓഫ് ഫൈനിന്റെ പേരിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ക്ലോസ് 2 പറയുന്നുണ്ട് ദി ഇംപ്രിസ്മെന്റ് അവാർഡഡ് അണ്ടർ ദിസ് സെക്ഷൻ മേ ബി ഇൻ അഡീഷൻ ടു സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഫോർ ദി മാക്സിമം ടേം അവാർഡബിൾ ബൈ ദി മജിസ്ട്രേറ്റ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇംപ്രിസ്മെന്റ് സബ്സ്റ്റാൻറ്റീവ് ഇംപ്രിസ്മെന്റ് സെന്റൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു 9 മാസം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ 9 മാസം മാത്രം കിടന്നാൽ മതി എന്നല്ല അർത്ഥം. ഓൾറെഡി ഒരു തെഫ്റ്റ് നടത്തിയ ഒരാൾക്ക് 2 വർഷം കൊടുത്തിട്ടുണ്ട്, അത് കൂടാതെയാണ് ഫൈൻ അടക്കാൻ പറഞ്ഞത്. അപ്പൊ അത് വീഴ്ച വരുത്തിയാൽ 9 മാസം കൂടി കിടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 9 മാസം മാത്രം കിടന്നാൽ മതി എന്നല്ല. ഓൾറെഡി ഇംപ്രിസ്മെന്റ് എത്ര ഉണ്ടോ അത് കൂടാതെ അതിനോട് അഡീഷണലി സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് ഒരു അഡീഷൻ എന്ന നിലക്കും കൂടി കുറച്ചുകൂടി ഇംപ്രിസ്മെന്റ് കൊടുക്കാമെന്നുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് സെക്ഷൻ 2 പറയുന്നത്, ക്ലോസ് 2 പറയുന്നത്. ഇംപ്രിസ്മെന്റ് അവാർഡഡ് അണ്ടർ ദി സെക്ഷൻ മേ ബി ഇൻ അഡീഷൻ ആയിരിക്കും ടു ദി സബ്സ്റ്റാൻറ്റീവ് സെന്റൻസ് ഓഫ് ഇംപ്രിസ്മെന്റ് ഫോർ ദി മാക്സിമം ടേം. അവൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതിനേക്കാൾ അഡീഷൻ ആയിട്ടായിരിക്കും ഇവിടെ കൊടുക്കുന്ന ഇംപ്രിസ്മെന്റ് ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക. കൺകറന്റ്ലി ആൻഡ് കോൺസിക്യൂട്ടീവ്ലി. എന്താണ് കൺകറന്റ്, എന്താണ് കോൺസിക്യൂട്ടീവ്? കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു കാര്യം ഒരുമിച്ച് നടത്തിക്കൊണ്ടുപോവുക. ഞാൻ കൺകറന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. ഞാനൊരു ബേക്കറി നടത്തുന്നു, അതേ സമയം തന്നെ ഒരു ഹോസ്പിറ്റലില് ഞാനൊരു ചായക്കട നടത്തുന്നുണ്ട്. രണ്ടും ഒരേ സമയത്താണ് ഞാൻ നടത്തുന്നത്. അപ്പൊ ഐ ആം ഡൂയിങ് ദാറ്റ് ബിസിനസ് കൺകറന്റ്ലി എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നു. മീനിങ് എക്സിസ്റ്റിംഗ് ഹാപ്പനിങ് ഓർ ഡൺ അറ്റ് ദി സെയിം ടൈം. ഒരു കാര്യം ഒരു സമയത്ത് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യുക. കോൺസിക്യൂട്ടീവ് ഫോളോയിങ് ഈച്ച് അതർ. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനു പുറമെ ഒന്നായിട്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ഒരു വർഷം ബേക്കറി നടത്തി, അത് കഴിഞ്ഞിട്ടുള്ള വർഷം ചായക്കട നടത്തി. അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പൊ കൺകറന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാര്യം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക. സെക്ഷൻ 25 പറയുന്നുണ്ട്, സെന്റൻസ് ഇൻ കേസസ് ഓഫ് കൺവിക്ഷൻ ഓഫ് സെവറൽ ഒഫൻസസ് അറ്റ് വൺ ട്രൈ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. When a person is convicted at one trial of two or more offenses, ഒരാളെ ഒറ്റ ട്രയലില് രണ്ടോ രണ്ടിലധികമോ ഒഫൻസിന് പേരിൽ കൺവിക്റ്റ് ആക്കപ്പെട്ടു. എന്നെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു, ഞാൻ തെഫ്റ്റ് നടത്തിയിട്ടുണ്ട്, ഞാൻ ഒരാളെ ഹേർട്ടും ഒരാളെ ഇടിച്ചിട്ടുമുണ്ട്, തെഫ്റ്റും വരുത്തിയിട്ടുണ്ട്. ഞാൻ തെഫ്റ്റ് ആണ് നടത്തിയത്. പോണ വഴിക്ക് അയാൾ കണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പുറകിൽ ഓടിച്ചിട്ടപ്പോൾ ഞാൻ അയാളെ ചവിട്ട് കൊടുത്ത് അയാൾക്ക് കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ഉണ്ടാക്കി. തെഫ്റ്റിന്റെ പണിഷ്മെന്റ് 3 ആണ്, ഗ്രീവിയസ് ഹേർട്ടിന്റെ പണിഷ്മെന്റ് 1 ഇയർ ആണ്. അപ്പൊ ഒറ്റ ട്രയലിന്റെ അകത്ത് ഒന്നിലധികം ഒഫൻസുകളിൽ ഒരാളെ കൺവിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി കോർട്ട് മേ സബ്ജക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 9 ഓഫ് ഭാരതീയ ന്യായ സംഹിത സെന്റൻസ് സ്കീം. ദി കോർട്ട് മേ, അതിന്റെ ആൻസർ അടുത്തത് സെന്റൻസ് സ്കീം ആണ്. ഫോർ സച്ച് ഒഫൻസസ് ടു ദി സെവറൽ പണിഷ്മെന്റ് പ്രിസ്ക്രൈബ്ഡ് ദെയർ ഓഫ് ഫോർ ഇസ് ദി കോർട്ട് ഇസ് കോമ്പിറ്റന്റ് ടു ഇൻഫ്ലിക്ട്. കോടതിക്ക് എന്ത് ചെയ്യാം? ആ ഓരോ പെർട്ടിക്കുലർ ഒഫൻസിനും അർഹതപ്പെട്ടിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാം. കോടതിക്ക് അധികാരം ഉള്ള ഒരു ഏതൊക്കെ പണിഷ്മെന്റ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടോ അതിനനുസരിച്ച് കോടതിക്ക് എന്ത് ചെയ്യാം? പണിഷ്മെന്റ് കൊടുക്കാം. ആൻഡ് ദി കോർട്ട് ഷാൾ കൺസിഡർ ദി ഗ്രാവിറ്റി ഓഫ് ഒഫൻസസ് ഓർഡർ സച്ച് പണിഷ്മെന്റ് ടു റൺ കൺകറന്റ്ലി ഓർ കൺസിക്യൂട്ടീവ്ലി. ഓരോ ഒഫൻസിനെയും ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ട് ഇത്തരം ഒറ്റ ട്രയലിൽ ഒന്നിലധികം ഒഫൻസുകൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒഫൻസുകളെ കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ കൺകറന്റ് ആയിട്ട് നടത്താനുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പോ എന്നെ ഒരാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മോഷണം നടത്തിയിട്ടുണ്ട്, ഒരാൾ അദ്ദേഹത്തെ ഇടിച്ചിട്ടുണ്ട്, പിന്നെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തെളിവ് നശിപ്പിച്ചതിന്റെ പേരിൽ ഒരു പെർട്ടിക്കുലർ സമയം, ഉദാഹരണത്തിന് ഞാൻ കള്ളസാക്ഷി ഉണ്ടാക്കി, ഞാനെല്ലാം മോഷ്ടിച്ചെന്ന് തെളിയിക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസ് ഉണ്ടാക്കി. മേ ബി ഒരു 2 ഇയേഴ്സ് ആണ് അതിന്റെ ഇംപ്രിസ്മെന്റ് എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ 2 ഇയേഴ്സ് ഉണ്ട്, പിന്നെ ഹേർട്ട് കോസ് ചെയ്തതിന്റെ 1 ഇയർ ഉണ്ട്, തെഫ്റ്റ് നടത്തിയതിന്റെ 3 ഇയർ ഉണ്ട്, ടോട്ടൽ 6 ഇയർ ഉണ്ട്. അപ്പോ ഒറ്റ ട്രയലിന്റെ അകത്ത് ഒന്നിലധികം ഒഫൻസുകൾ കോടതിയുടെ മുമ്പിൽ ഒരാളുടെ വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അത്തരം കാര്യങ്ങളെ കൺകറന്റ് ആയിട്ട് റൺ ചെയ്യാം, കോൺസിക്യൂട്ടീവ് ആയിട്ട് റൺ ചെയ്യാം. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കൺകറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പണിഷ്മെന്റ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ചെറിയ പണിഷ്മെന്റ് അതിനോടൊപ്പം തന്നെ അനുഭവിക്കാൻ പറയാം. അതായത് തെഫ്റ്റ് ആണ് ഇതിൽ ഏറ്റവും വലിയ പണിഷ്മെന്റ്. തെഫ്റ്റിന് 3 വർഷമാണ് ശിക്ഷ. കോടതി പറയും നീ 3 വർഷം പോയി കിടക്ക്. തെഫ്റ്റിന് വേണ്ടി 3 വർഷം കിടക്കുമ്പോൾ അതിൽ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹേർട്ടിന്റെ ആ 1 വർഷം കൂടി തീരും. അതേപോലെ തന്നെ 2 വർഷം കഴിയുമ്പോഴേക്കും ഏതും തീരും, ഫാബ്രിക്കേറ്റിംഗ് ഫോൾസ് എവിഡൻസിനെയും കൂടി തീരും. അതായത് 3 വർഷം കിടന്നാൽ മതി 3ന്റെ അകത്ത് തന്നെ പല ഒഫൻസുകളുടെയും കൂടി ഒരുമിച്ച് ശിക്ഷ അനുഭവിക്കാൻ. അതായത് ഒറ്റ കിടപ്പ് കിടന്നാൽ മതി 3 കൂടി കൺകറന്റ് ആയിട്ട് ശിക്ഷിക്കുക. കോൺസിക്യൂട്ടീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? തെഫ്റ്റ് ആദ്യം 3 വർഷം കിടക്ക്, അതിനുശേഷം 2 വർഷം ഫാബ്രിക്കേറ്റിന്റെ കിടക്ക്, അതിനുശേഷം 1 വർഷം ഹേർട്ടിന്റെ കിടക്ക്, അങ്ങനെ മൊത്തം 6 വർഷം കിടക്കാൻ പറയും. ഇങ്ങനെ ശിക്ഷിക്കുന്നതിനെയാണ് കോൺസിക്യൂട്ടീവ്ലി എന്ന് പറയുന്നത്. അപ്പോൾ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഓരോ ഒഫൻസിന്റെയും ഗ്രാവിറ്റി അനുസരിച്ചിട്ട് ഒരാൾ ഒറ്റ ട്രയലിൽ ഒന്നിലധികം ഒഫൻസുകൾ വന്നു കഴിഞ്ഞാൽ കോടതിക്ക് വേണമെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ കൺകറന്റ് ആയിട്ട് ശിക്ഷിക്കാം. ക്ലോസ് 2 പറയുന്നുണ്ട്, ഇൻ ദി കേസ് ഓഫ് കോൺസിക്യൂട്ടീവ് സെന്റൻസസ് ഇറ്റ് ഷാൾ നോട്ട് ബി നെസസറി ഫോർ ദി കോർട്ട് ബൈ റീസൺ ഓൺലി ഫോർ ദി അഗ്രവേറ്റഡ് പണിഷ്മെന്റ് ഫോർ ദി സെവറൽ ഒഫൻസസ് ബീയിങ് ദി എക്സസ് ഓഫ് ദി പണിഷ്മെന്റ് വിച്ച് ഇസ് കോമ്പിറ്റന്റ് ടു ഇൻഫ്ലിക്ട് ഓൺ ദി കൺവിക്ഷൻ ഓഫ് സിംഗിൾ ഒഫൻസ് ടു സെൻഡ് ദി ഒഫൻഡർ ബിഫോർ ദി ഹയർ കോർട്ട്. കോൺസിക്യൂട്ടീവ് ആയിട്ട് സെന്റൻസ് കൊടുക്കുന്ന സമയത്ത് കോടതിക്ക് എന്ത് ചെയ്യണ്ട? ബൈ റീസൺ ഓൺലി ഓഫ് അഗ്രവേറ്റഡ് പണിഷ്മെന്റ് ഫോർ ദി സെവറൽ ഒഫൻസസ്. പല ഒഫൻസുകളും കൂടി ചേരുമ്പോൾ ഇതിന്റെ പണിഷ്മെന്റ് വലുതാവുന്നുണ്ട്. ബീയിങ് ഇൻ എക്സസ് ഓഫ് ദി പണിഷ്മെന്റ് വിച്ച് ഇസ് കോമ്പിറ്റന്റ്, അതായത് കോടതിക്ക് എത്രയാണ് അധികാരം അത് വിട്ടുകിടക്കുന്നുണ്ടാകാം. അങ്ങനെ വിട്ടുകിടക്കുന്നു എന്നതിന്റെ പേരിൽ ഹയർ കോടതിയിലോട്ട് അയക്കേണ്ട ആവശ്യം കീഴ്ക്കോടതികൾക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെന്ന് വിചാരിക്കുക. എന്റെ മുമ്പിൽ തെഫ്റ്റിന്റെ ഒരു കേസ് വന്ന് അയാൾ തന്നെ കോസിംഗ് ഹേർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെഫ്റ്റിന്റെ പണിഷ്മെന്റ് മാക്സിമം 3 ഇയേഴ്സ് ആണ്.
തെഫ്റ്റ് മാത്രമായിരുന്നെങ്കിൽ എന്റെ അധികാര പരിധി എന്നുള്ളത് സെക്ഷൻ 23 ക്ലോസ് 2 പ്രകാരം 3 ഇയർ വരെയുള്ള കേസുകളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തെഫ്റ്റ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് പരിഗണിക്കാം. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിലധികം ഒഫൻസുകൾ ചെയ്തിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഹേർട്ടിന്റെ പണിഷ്മെന്റ് 1 ഇയർ ആണ്. അപ്പോ ഒന്നിലധികം പണിഷ്മെന്റ് ഉള്ളത് കൊണ്ട്, അതിന്റെ ഒഫൻസുകൾ ഉള്ളത് കൊണ്ട് അതിന്റെ പണിഷ്മെന്റ് അഗ്രവേറ്റ് ആകുമ്പോൾ എന്റെ കോമ്പിറ്റൻസിയേക്കാൾ എക്സസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് എനിക്കിത് ഹയർ കോടതിയിലോട്ട് അയക്കേണ്ട, വെറുതെ എനിക്ക് ഹയർ കോടതിയിലോട്ട് അയക്കേണ്ടതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ചിലപ്പോൾ 3 വർഷം തെഫ്റ്റും ഹേർട്ടിന്റെ 1 ഇയറും കൂടി കൂടിച്ചേരുമ്പോൾ 4 വർഷമാവും. ശരിക്കും എന്റെ ജുറിസ്ട്രിക്ഷൻ 3 അപ്പൊ 4 എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം ഹയർ കോടതിയിലോട്ട് അയക്കണ്ട. ഹയർ കോടതിയിലോട്ട് അയക്കണം, അത് താഴെ പറയും എപ്പോഴാണെന്നുള്ളത്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ 4 എന്ന് പറഞ്ഞതിന്റെ പേര് മാത്രം അയക്കണ്ട. അയക്കേണ്ടത് താഴെ പറയുന്ന പ്രൊവിഷൻസ് ഉണ്ടാകുമ്പോഴാണ്. പ്രൊവൈഡഡ് ദാറ്റ് എപ്പോഴൊക്കെയാണ്, ഇൻ നോ കേസ് ഷാൾ സച്ച് പേഴ്സൺ ബി സെന്റൻസ് ടു ദി ഇംപ്രിസ്മെന്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ 20 ഇയേഴ്സ്. ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് സെന്റൻസ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരാളെ 20 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള പോയിന്റ് നോക്കി വെക്കുക. ഇപ്പൊ ഒരാള് 3 തവണ തെഫ്റ്റ് നടത്തിയിട്ടുണ്ട്, പിന്നെ ഒരു കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് 4 പേരെ ഒരു 15 പേരെ അടിച്ചിട്ടുണ്ട്. ഓരോ ആളുകളെ അടിച്ചതും ഓരോരോ കോസിംഗ് ഗ്രീവിയസ് ഹേർട്ട് ആണ്. അപ്പൊ മൊത്തം 15, 3 തവണ തെഫ്റ്റ് നടത്തിയതുകൊണ്ട് 23 വർഷം. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഫസ്റ്റ് ക്ലാസ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ വരുമ്പോൾ ഇയാളെ പിടിച്ച് 24 വർഷം ശിക്ഷിക്കാൻ പറ്റുമോ? പറ്റൂല. കോൺസിക്യൂട്ടീവ് കൺകറന്റ് ആയിട്ട് ശിക്ഷിക്കുമ്പോൾ പിന്നെ ഈ ചോദ്യമേ ഇല്ല. കൺകറന്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ശിക്ഷ കൊടുക്കും, അതിന്റെ അകത്ത് തന്നെ ബാക്കിയുള്ളതും കൂടി അനുഭവിച്ചോളാൻ പറയും. കോൺസിക്യൂട്ടീവ് ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം പണിഷ്മെന്റ് 20 വർഷത്തിനേക്കാൾ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. പ്രോബ്ലം ആയിട്ട് ചോദിക്കാം, ഒരാള് ഇത്ര ഒഫൻസ് ചെയ്തു, ഒറ്റ ട്രയലിന്റെ അകത്ത് കൊണ്ടുവന്നു എങ്കിൽ അയാളെ കോടതി 40 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഇത് എന്താണ്, വാലിഡ് ആണോ? അക്കോർഡിംഗ് ടു സെക്ഷൻ 25 സബ് ക്ലോസ് 2 സബ് ക്ലോസ് എ പ്രകാരം ഇത് വാലിഡ് അല്ല. 20 വർഷത്തേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി ബി പറയുന്നത്, ദി അഗ്രഗേറ്റ് പണിഷ്മെന്റ് ഷാൾ നോട്ട് എക്സീഡ് ട്വൈസ് ദി amount of punishment which the court is competent. അഗ്രവേറ്റഡ് പണിഷ്മെന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ദി അഗ്രഗേറ്റ് പണിഷ്മെന്റ് ഷാൾ നോട്ട് എക്സീഡ് ട്വൈസ് ദി amount of punishment which the court is competent to inflict for a single offense. ഒരു കോടതിക്ക് അത് പരിഗണിക്കാം അത്തരം കേസുകൾ. പക്ഷെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സിംഗിൾ ഒഫൻസിന് മാക്സിമം കോടതിക്ക് എത്ര പണിഷ്മെന്റ് വരെയും എടുക്കാൻ പറ്റും, അതിന്റെ ട്വൈസിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണെങ്കിൽ മാക്സിമം ഇംപ്രിസ്മെന്റ് ഇയർ എന്നുള്ളത് 3 വർഷം വരെയുള്ള കേസ് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ആ കോടതി ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് ഒരു കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിന്റെ പണിഷ്മെന്റിന്റെ മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് എത്രയാണ്? ആ കോടതിയുടെ അധികാര പരിധി എന്നുള്ള 3 വർഷമാണ്. അതിന്റെ ട്വൈസിന് എക്സീഡ് ചെയ്യാൻ പാടില്ല. ട്വൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3ന്റെ ഇരട്ടി 6ആണ്. 6നേക്കാൾ എക്സീഡ് ചെയ്യുന്ന കേസുകൾ ആ കോടതിക്ക് പരിഗണിക്കാൻ പറ്റൂല. അപ്പോ ആ കോടതി ഹയർ കോടതിയിലോട്ട് അയക്കണം. അപ്പോ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കേസ് പരിഗണിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. അപ്പൊ ഒരാള് 4 തവണ തെഫ്റ്റ് നടത്തിയിട്ടുണ്ട്, 5 തവണ പ്രീവിയസ് ഹേർട്ട് കോസ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ മാക്സിമം പണിഷ്മെന്റ് എന്നുള്ളത് ഈ കോടതിയുടെ കോമ്പീറ്റന്റ് ജുറിസ്ട്രിക്ഷൻ എന്താണോ അതിന്റെ ട്വൈസിനേക്കാൾ എക്സീഡ് ചെയ്യുന്നു എങ്കിൽ ഈ കോടതി എന്ത് ചെയ്യണം? ഹയർ കോടതിയിലോട്ട് അയക്കണം. അങ്ങനെ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിലും അയക്കേണ്ട എന്നാണ് പറഞ്ഞത്. എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ അഗ്രഗേറ്റ് പണിഷ്മെന്റ് ഷാൾ നോട്ട് എക്സീഡ്, കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് ട്വൈസ് ദി amount of പണിഷ്മെന്റിന്റെ വിച്ച് ദി കോർട്ട് ഈസ് കോമ്പിറ്റന്റ് കോടതിക്ക് കോമ്പിറ്റന്റ് ആയിട്ടുള്ള എത്രയാണോ ഒരു പണിഷ്മെന്റിന്റെ ആ ഒരു കോമ്പിറ്റൻസി മാക്സിമം ജുറിസ്ട്രിക്ഷൻ എന്നുള്ളത് അതിന്റെ ട്വൈസിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. എക്സീഡ് ചെയ്താൽ അത് ഹയർ കോടതിയിലോട്ട് അയക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് സെക്ഷൻ 25 നോക്കാനുള്ളത്. സെന്റൻസ് ഇൻ കേസ് ഓഫ് കൺവിക്ഷൻ ഓഫ് സെവറൽ ഒഫൻസസ്. ഒരാൾ സെവറൽ ഒഫൻസിന്റെ പേരിൽ ഒറ്റ ട്രയലിൽ കൊണ്ടുവന്നതിനാൽ കോടതിക്ക് വേണമെങ്കിൽ കൺകറന്റ് ആയിട്ടോ കോൺസിക്യൂട്ടീവ് ആയിട്ടോ ശിക്ഷിക്കാം. കൺകറന്റ് ആണെങ്കിൽ പിന്നെ ഡിസ്കഷൻ ഒന്നും ഇല്ല. കോൺസിക്യൂട്ടീവ് ആണെങ്കിൽ കോടതിക്ക് ജുറിസ്ട്രിക്ഷൻ വിട്ട് കിടക്കുന്നു എന്നതിന്റെ പേരും പറഞ്ഞ് ഒറ്റയടിക്ക് ഹയർ കോടതിയിലോട്ട് കൊടുക്കേണ്ട. താഴെ പറയുന്ന ക്രൈറ്റീരിയ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താ പറഞ്ഞത്? 20 ഇയേഴ്സിനേക്കാൾ മാക്സിമം അതിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പാടില്ല. പിന്നെ ഒരു സിംഗിൾ ഒഫൻസിന് കോടതിക്ക് എത്രയാണോ കോമ്പിറ്റൻസി ഉള്ളത് അതിന്റെ ട്വൈസിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ ഉള്ള കേസുകളാകാൻ പാടില്ല. ട്വൈസിനെ എക്സീഡ് ചെയ്യുന്ന ജുറിസ്ട്രിക്ഷൻസ് ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഹയർ കോടതിയിലോട്ട് അയക്കണം എന്നുള്ള 2 പോയിന്റുകൾ ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആകെ മൊത്തം നോക്കാനുള്ളത്. സോ യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പ്രോബ്ലം ആയിട്ട് വരാവുന്ന ഒരു ഏരിയ ആണ്.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതോടുകൂടി ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ.